വല്ലപ്പോഴും കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ആലപ്പുഴയിലെ ബേറൂട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. കാരക്ക വെച്ച് തുറന്നു, പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഒക്കെ വന്നു. അവർക്ക് ഇപ്പോൾ 2 ഇഫ്താർ ബോക്സുകളുണ്ട്. ഒരെണ്ണം ലൈറ്റ് ഇഫ്താർ ബോക്സും പിന്നെ ഗ്രാൻഡ് ഇഫ്താർ ബോക്സും. ഞങ്ങൾ ഗ്രാൻഡാണ് പറഞ്ഞത്, എല്ലാം ഗ്രാൻഡായിട്ട് ഇരിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ ശേഷം ഒരു നോമ്പ് കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നോമ്പ് കഞ്ഞി ഇഷ്ടമില്ലാത്ത എന്നെ കൊണ്ട് അവർ ഇത് പെർമനൻ്റ് ആക്കണമെന്ന് പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നോമ്പ് കഞ്ഞിയുടെ ടേസ്റ്റ്. അത് കഴിഞ്ഞ ശേഷം പൊരി ഐറ്റംസ് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ചിക്കൻ പോപ്സിക്കിളാണ് കഴിച്ചത്. ഓരോന്നും കഴിക്കുമ്പോൾ ഇതാണ് സൂപ്പർ ഇങ്ങനെയായിരുന്നു കേസ് എൻ്റെ അവസ്ഥ. അത് കഴിഞ്ഞ ശേഷം ബീഫ് കട്ട്ലറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പൊതുവേ കട്ട്ലറ്റുകൾ കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് ചിക്കൻ ഉണ്ടോ ഇറച്ചിയുണ്ടോ എന്താണോ എന്ന് മനസ്സിലാവാത്തൊരവസ്ഥയാണ്. പക്ഷേ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. ഓരോ കടിക്കും ഓരോ പീസ് ചിക്കൻ അല്ലെങ്കിൽ ബീഫ് വെച്ച് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരുടെ ഈ സമൂസയാണ്. എൻ്റെ സമൂസ മാത്രമല്ല, അടുത്തിരുന്ന സൈനബിൻ്റെ സമൂസയും കൂടെ കഴിച്ചാണ് നമ്മളവിടെ അവസാനിപ്പിച്ചത്. അത് കഴിഞ്ഞ ശേഷം ഞെട്ടിച്ച സംഭവം ഇതാണ്. കട്ട്ലറ്റ് ആയിരുന്നു, പക്ഷേ ബനാന ഫില്ലിംഗ് ആയിരുന്നു ഗസ്. ബനാന ഫില്ലിങ് കഴിച്ചിട്ടുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് കുടിക്കാനായിട്ട് 2 ജ്യൂസ് ഉണ്ടായിരുന്നു. ഒന്ന് മൊഹബത്ത് കാ സർബത്തും ഒന്ന് പിസ്ത സർബത്തും. ഏതായിരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക? അതെ, മൊഹബത്ത് കാ സർബത്ത്. നമുക്കല്ലെങ്കിൽ മൊഹബത്തിനോട് ഇച്ചിരി അത് കഴിഞ്ഞ് മെയിൻ കോഴ്സായിട്ട് നമുക്ക് അരിപ്പത്തിരിയും പിന്നെ ചിക്കൻ പാൽക്കറിയായിരുന്നു. നല്ല തേങ്ങ ഇട്ടിട്ടുള്ള കറിയായിരുന്നു. നല്ല തിക്ക് റിച്ച് ആയിട്ടുള്ള കറിയായിരുന്നു. ഈ നൈസ് പത്തിരിയുടെ കൂടെ തിക്കായിട്ടുള്ള കറി ഇട്ട് പിടിക്കാൻ വേണ്ടി കിടുക്കൻ ടേസ്റ്റായിരുന്നു. കോക്കനട്ട് ഇഷ്ടമുള്ള ആൾക്കാർക്കായിരിക്കും ഇത് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുക, കാരണം ഇതിൻ്റെ കോക്കനട്ട് ടേസ്റ്റ് ഭയങ്കര സ്ട്രോങ് ആണ്. അത് കഴിഞ്ഞ ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സംഭവമാണ്. ഇത് ലെബനീസ് റൈസ് വിത്ത് അൽഫാമായിരുന്നു. അവളുമാർ എന്നെ സൈഡിൽ ഇരുന്ന് ഓരോന്ന് ഓരോന്ന് പറയുകയാണ് കേസ്. അതാണ് എനിക്ക് ചിരിക്കുന്നത്. രണ്ടും കൂടെ പിടിക്കുക അടിപൊളി ടേസ്റ്റായിരുന്നു. നമ്മൾ ഈ മന്തി കഴിച്ച് നമ്മുടെ ടേസ്റ്റ് ബഡ്സ് ഒക്കെ ചത്തുപോയല്ലോ. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇത് കഴിക്കുമ്പോഴത്തേക്ക് ശരിക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു സൈനപ്പിനും വാരിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്യാമറമാൻ ഐശ ആയിരുന്നത് കൊണ്ട് അവൾക്ക് വാരിക്കൊടുക്കാനുള്ള സമയം കിട്ടിയില്ല. ക്യാമറയുടെ ബാക്കിൽ പുള്ളിക്കാരത്തെ കയറ്റി വാരിയായിരുന്നു. പിന്നെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പിച്ചോർ ജംഗ്ഷനിലുള്ള ബേറൂട്ടിലാണ്. അപ്പോൾ ഓക്കെ, ബൈ.